ഒരു കണ്ണാടിയിലെ പ്രതിബിംബം 7:40 എന്ന സമയം കാണിക്കുന്നു. എന്നാൽ ക്ലോക്കിലെ സമയം എത്ര? PSCയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ക്ലോക്കിലെ പ്രതിബിംബത്തിൻ്റെ. അതായത് 1 മുതൽ 11 വരെയുള്ള സംഖ്യകളില്ലേ, 1 മുതൽ 11 വരെയുള്ള സംഖ്യകളാണ് പ്രതിബിംബം കാണാൻ തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, 11.60 മൈനസ് ആ തന്ന സമയം. നാല് 20 ഇതാണ് ക്ലോക്കിലെ സമയം വരിക. ഇനി അഥവാ 4:20 ഇവിടെ തന്നതെന്ന് വെച്ചാൽ 11.60 മൈനസ് 7.40 4.20 7.40 എന്നാണ് ഉത്തരം വരിക. ഇത് ഒരു ടൈപ്പാണ്. ഇനി അതായത് 1 മുതൽ 11 വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം ചോദിച്ചാലാണ് ഈ ഒരു ഓപ്ഷൻ വരിക. അതായത് 11.60 കൊണ്ട് മൈനസ് ചെയ്യുക, ആ തന്ന സമയം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ക്ലോക്കിൽ കാണുന്ന പ്രതിബിംബം. തിരിച്ച് ഇനി 11ൻ്റെ മേലെ വരുന്ന സംഖ്യേൻ്റെ പ്രതിബിംബമാണ് കാണാൻ പറയുന്നതെന്ന് വെച്ചാൽ 23.60 ഇതിനോടാണ് മൈനസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് തരുന്ന സമയം ഒരു 11:30 എന്ന് പറയുന്ന സമയത്തിൻ്റെ പ്രതിബിംബം കാണാനാണ് പറയുന്നതെന്ന് വെച്ചാൽ 23.60 എന്ന് പറയുന്ന സംഖ്യയോടെയാണ് കുറയ്ക്കേണ്ടത്. 0 6 - 3 3 3 1 2 2 1 1 12:30 എന്നുള്ള സമയമാണ് ഉണ്ടാകുക. 11:30 എന്നുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ 12:30 എന്നുള്ള സമയമാണ് പ്രതിബിംബമായിട്ട് കാണിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ സമ്മറി. 1 മുതൽ 11 വരെയുള്ള സമയങ്ങളുടെ പ്രതിബിംബം കാണാൻ അവയെ 11.60 നിന്ന് കുറച്ചാൽ മതി. 11 മുതൽ മുകളിലേക്കുള്ള സമയങ്ങളുടെ പ്രതിബിംബം കാണാൻ അവയെ 23.60 നിന്നും കുറച്ചാൽ മതി. പിന്നെ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ PSCൻ്റെ മാത്സ് ടിപ്സും GK ടിപ്സും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.